കശ്മീരിലെ മഞ്ഞു പുതച്ച താഴ്വരകളല്ല നിങ്ങൾ ഈ കാണുന്നത്. രാജസ്ഥാനിലെ മാർബിൾ വേസ്റ്റുകളുടെ കൂമ്പാരങ്ങളാണ് കാഴ്ചകളിലേക്ക്. ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ അനുഭവം തേടുന്നവരാണെങ്കിൽ ഈ വിചിത്രമായ ഡമ്മിംഗ് യാർഡ് സന്ദർശിക്കേണ്ടതാണ്. രാജസ്ഥാനിലെ മാർബിളുകൾ ലോകത്ത് തന്നെ പ്രശസ്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർബിളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. മാർബിൾ തടികൾ ഇത്തരം വാഹനങ്ങളിലാക്കി കമ്പനികളിൽ എത്തിക്കാറാണ് പതിവ്. അതിനുശേഷമാണ് നാം കാണുന്ന മനോഹര മാർബിളുകളും ഗ്രാനൈറ്റുകളുമായി മാറുന്നത്. കിഷൻഗറിൽ ധാരാളം കമ്പനികൾ ഉണ്ടെങ്കിലും ഈ പ്രദേശം ശാന്തമാണ്. മാർബിൾ വേസ്റ്റുകളാണ് ഈ സ്ഥലത്തെ ഇത്ര മനോഹരമാക്കിയത്. ഒഴിവാക്കപ്പെടുന്ന പലതിനും മറ്റു ചിലതിനെ മനോഹരമാക്കാൻ കഴിയുമെന്നോർക്കുക. അജ്മീറിൽ നിന്ന് വെറും 30 കിലോമീറ്ററാണ് ഈ ഡമ്മിംഗ് യാർഡിലേക്ക്. ചിലർക്കിതൊരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ വ്യത്യസ്തമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് ഈ കാഴ്ച വർണ്ണാഭമാണ്. ഉപേക്ഷിക്കപ്പെട്ട മാർബിളിന്റെ കൂമ്പാരങ്ങൾ വെളുത്ത മഞ്ഞു മൂടിയ പ്രകൃതിയോട് സാമ്യമുള്ളതിനാൽ അവക്ക് മഞ്ഞിന്റെ ഗനികൾ എന്ന പ്രാദേശിക വെളിപ്പേര് കൂടിയുണ്ട്. ഡമ്മിംഗ് യാർഡിനോട് ചേർന്നാണ് എയർപോർട്ട്. കിഷൻഗറിന്റെ ഭംഗി ആവാഹിച്ച വിമാനം കാണാൻ തന്നെ വല്ലാത്ത അനുഭൂതി. പ്രവേശന ഫീസൊന്നുമില്ല. 10 മണിക്ക് അകത്ത് കടക്കാം. വേനൽക്കാലത്താണെങ്കിൽ 11 മണിക്ക് മുമ്പേ എത്താൻ ശ്രമിക്കുക. ശൈത്യകാലമാണ് സന്ദർശിക്കാൻ അനുയോജ്യമെങ്കിലും മഴക്കാലത്താണ് കൂടുതൽ ആകർഷകമാകുന്നത്. എല്ലാ കുഴികളിലും വെള്ളം നിറഞ്ഞ് ചെറിയ കുളങ്ങളായി രൂപാന്തരപ്പെട്ട് ഒരു ദ്വീപ് പോലുള്ള രൂപം സൃഷ്ടിക്കുകയും ചെയ്യുന്നതോടെ സന്ദർശകർക്ക് മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു. ഒരു കാലത്ത് വിജനമായിരുന്ന ഈ പ്രദേശത്ത് പ്രകൃതി ഒരു കലാസൃഷ്ടി വരച്ചതുപോലെയാണ്. പ്രകൃതി ഒരുക്കി വെച്ച ഈ മനോഹര കാഴ്ചകൾ രാജസ്ഥാനിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരേന്ത്യയിലൂടെ യാത്ര തുടരാം.